അമ്മ ചെയ്തത് ശരിയാണെന്ന്. ഞങ്ങൾ വിശ്വസിക്കുന്നല്ലോ ഞങ്ങൾ ചെയ്തത് ശരിയാണെന്ന്. അന്ന് ഞങ്ങളങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നെന്റെ അച്ഛനെ ജീവനോടെ കാണാൻ സാധിക്കുമായിരുന്നു. വേണ്ട, അവരുടെ തെറ്റുകൾ അവർ തന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അത് മതി. നല്ല കോഫി അല്ലേ? ഈ ആമിനി ചെറിയമ്മയുടെ കൈപ്പുണ്ണി അമ്മേ. അല്ല, ഇതാരാ? അംബിക വർമ്മയോ? അമ്മേ, നീ ആരാ വന്നിരിക്കുന്നേ നോക്കിയേ. അംബിക വർമ്മ, തെക്കങ്കൂർ രാജവംശത്തിലെ മഹാറാണി. വാംബികെ, നീ എന്താ വരാൻ താമസിക്കുന്നതെന്ന് ഞങ്ങൾ പരസ്പരം പറയുമായിരുന്നു. കളിയാക്കുവാണോ? അയ്യോ അല്ല, മഹാറാണി അംബികാവർമ്മയെ പരിഹസിക്കുവോ? ഞാനേ നിന്നെ ഒന്ന് അഭിനന്ദിക്കാനാ വന്നത്. അപ്പോ നീയും മകളും മരുമകനും കൂടി എന്നെ പരിഹസിക്കുന്നു. അഭിനന്ദിക്കാനോ? അതിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡൊന്നും കിട്ടിയില്ലല്ലോ. അഭിനന്ദനം അതിനൊന്നുമല്ല. ഈ അംബികാവർമ്മ ജീവിച്ചിരിക്കുമ്പോ നീ ഇവിടെ കാലുകുത്തിയില്ലേ, അതിനാ. ഓ, നിന്റെ ഔദാര്യം. അമ്മ കേട്ടിട്ടില്ലേ? ഇവരും മഹാമനസ്കയാ, വരദായിനിയാണ്, കരുണാകടാക്ഷമാണ്. ഇവരുടെ മകൻ ഇവരെക്കാൾ വലിയ കരുണാ കടാക്ഷമാണ്. ആ ദിവ്യക്ക് ഒരു കുഞ്ഞിനെ ചുമ്മാ ദാനമായിട്ട് കൊടുത്തില്ലേ? അവൻ ദാനം കൊടുത്താ അത് മറുകൈ അറിയില്ല. അത്രയ്ക്ക് നല്ല മനസ്സാ. അതുകൊണ്ട് നാട്ടിൽ എവിടെയൊക്കെ അവന് കുഞ്ഞുങ്ങളുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. നിർത്തടാ. ഒച്ച കുറച്ച് സംസാരിക്കടി അംബികെ. ഇതേ നിന്റെ ഫാദറിന്റെയോ മദറിന്റെയോ നിന്റെ അജ്ഞാത ഹസ്ബൻഡിന്റെയോ വീടൊന്നും അല്ല, ഞങ്ങളുടെ വീടാ. നിന്നെ ഞാൻ വളരെ ആദരവോടെ അംബിക ചേച്ചി എന്നാ വിളിച്ചോണ്ടിരുന്നേ. പിന്നെ മനസ്സിലായത് ആളൊരു ഫ്രോഡാണെന്ന്. എന്റെ ആങ്ങളാ പ്രതാപനെ ഓർത്താ അല്ലെങ്കിൽ ഇന്നലെ തന്നെ നിന്നെയും നിന്റെ മകളെയും ഇവിടുന്ന് കെട്ടുകെട്ടിച്ചേനെ. കെട്ടിക്കും നിന്നെ ഞങ്ങള്, ഒട്ടും വൈകാതെ. അമ്മയും മകനെയും ഒരുമിച്ച് പോലീസ് ലോക്കപ്പിലേക്ക് കെട്ടിച്ചാലോ എന്നുള്ള ചിന്തയില്ല ഞങ്ങള്. ഇത്രയും കാലം സൂര്യമംഗലത്തെ പുട്ടടിച്ച് ജീവിച്ചതല്ലേ, ഇനി സർക്കാരിന്റെ പൊറോട്ട അടിച്ച് കുറെ കാലം ജീവിക്കും. സൂര്യമംഗലത്തുകാര് ഉദാര മനസ്സുള്ളവരും അന്നദാന പ്രഭുക്കളുമാണ്. ആർക്കും എന്തും വാരിക്കോരി കൊടുത്തേ ശീലമുള്ളൂ. അങ്ങനെ വാരിക്കോരി വാങ്ങിച്ച് കുറെ ആയപ്പോ നീ കരുതി നീയാണ് സൂര്യമംഗലത്തെ വലിയ തമ്പുരാട്ടിയെന്ന്. ദാസിപ്പെണ്ണ് വലിയ തമ്പുരാട്ടി ആവുന്നതിലൊന്നും ഞങ്ങൾക്ക് പരിഭവമോ പരാതിയോ ഒന്നുമില്ല. പക്ഷേ ഞങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അത് ചെയ്യുന്നത് ശരിയാണോ? അതുകൊണ്ട് മതിയാക്കിക്കോ. സൂര്യമംഗലത്തെ മഹാറാണി ഇവിടെ വന്നു കഴിഞ്ഞു. ഒന്നുകിൽ നിങ്ങൾക്കൊരക്ഷരം ഉരിയാടാതെ പ്രതാപവർമ്മയുടെ ചേച്ചിയായി ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടാ. അതല്ല, ഇനിയും വിളയാനാണ് നിന്റെ ഭാവമെങ്കില് നിനക്കൊരു ദുർമരണം ഉറപ്പാ. കാണാം. നീ കാണാൻ പോകുന്നതാ ഞാൻ പറഞ്ഞത്. ശരി.
ഹലോ. ആ പറയൂ ഡോക്ടർ. ഞാൻ വേറെ ചില ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളായിട്ട് നിൽക്കുകയാണല്ലോ ഡോക്ടർ. എന്നാ ഞാൻ നോക്കട്ടെ. ഞാൻ അങ്ങോട്ട് വരാം. അമ്മേ, നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാനിപ്പോൾ വരാം. ശരി മോനെ. അമ്മേ, എന്താ പെട്ടെന്നൊരു ടെൻഷൻ? ഒരു കാര്യം ഓർക്കുമ്പോ എനിക്കൊരു ചെറിയ ടെൻഷനുണ്ട് മോളെ. എന്ത് ടെൻഷനാണെങ്കിലും അമ്മ പറയേ. പറ അമ്മേ. ജീവൻ രക്ഷിക്കാനാണെങ്കിലും ഞാൻ നടത്തിയത് ഒരു ആൾമാറാട്ടമല്ലേ മോളെ? പ്രതാപേട്ടനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നിന്നത് ഒരു ആൾമാറാട്ടം അല്ലേന്നാ ചോദിച്ചത്. ഒരിക്കലും അല്ലമ്മേ. അമ്മേ, ആൾമാറാട്ടം എന്ന് പറയുന്നത് ഒരാളെയോ ഒന്നിലധികം പേരെയോ കബളിപ്പിക്കാൻ വേണ്ടി ഒരാള് മറ്റാരും അറിയാതെ ചെയ്യുന്ന കുറ്റകൃത്യമാണ്. അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ അച്ഛന്റെ മകളും മരുമകനും കൂടി അച്ഛന്റെ ഭാര്യയും ഞങ്ങളുടെ അമ്മയും ആയ പത്മാവതി വർമ്മയെ ഹോം നഴ്സാക്കി. അത് ആൾമാറാട്ടമല്ല, അതിന്റെ പേരാണ് പുണ്യപ്രവൃത്തി. അതൊരു ആതുര സേവനം കൂടിയാ. എന്നാലും നമ്മൾ ചെയ്തതിന്റെ ഉദ്ദേശശുദ്ധി പ്രതാപേട്ടന് മനസ്സിലാവണമെന്നില്ലല്ലോ. മനസ്സിലാക്കണ്ട. അച്ഛനെ മനസ്സിലാക്കിക്കാനല്ലല്ലോ അമ്മ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയത്, എന്റെ അച്ഛനെ രക്ഷിക്കാൻ കൂട്ടുനിന്നത്. മോള് പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ ഞാൻ ചെയ്തത് ഒരു ചീറ്റിംഗ് ആയിട്ട് പ്രതാപേട്ടൻ കരുതൂ. അച്ഛൻ അങ്ങനെ കരുതിക്കോട്ടെ. പക്ഷെ അമ്മയുടെ മനസാക്ഷി പറയുന്നില്ലേ അമ്മ ചെയ്തത് ശരിയാണെന്ന്? ഞങ്ങൾ വിശ്വസിക്കുന്നല്ലോ ഞങ്ങൾ ചെയ്തത് ശരിയാണെന്ന്. അന്ന് ഞങ്ങളങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നെന്റെ അച്ഛനെ ജീവനോടെ കാണാൻ സാധിക്കുമായിരുന്നു. അമ്മേ, എന്തൊന്നും മിണ്ടാത്തേ? മോള് പറയുന്നത് ശരിയൊക്കെ തന്നെയാ. പക്ഷേ പ്രതാപേട്ട ഇത് അറിഞ്ഞാ പറയും എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ടായിരുന്നു എന്ന്. അങ്ങനെ പറഞ്ഞോട്ടെ. അതുകൊണ്ട് എന്റെ മോളോടൊരു അപേക്ഷയുണ്ട്. ഏതോ ഒരു സിസ്റ്റർ കാരുണ്യം കൊണ്ടാ പ്രതാപേട്ടന്റെ ജീവിതം തിരിച്ചു കിട്ടിയത്. ആ സിസ്റ്റർ സംയുക്തയാണെന്ന് പ്രതാപേട്ടൻ വിശ്വസിക്കുകയും ചെയ്തു. അതെ, അതാണല്ലോ എന്റെ ഒരു കുഴപ്പം കൊണ്ട് ഇപ്പൊ പുലിവാലായി മാറിയിരിക്കുന്ന. ഒരു കാരണവശാലും സിസ്റ്റർ പവിത്രയെ കൂടെ നിന്നത് ഞാനാണെന്ന് പ്രതാപേട്ട അറിയരുത്. അമ്മേ, ആ പ്രശ്നമാണല്ലോ ഇവിടെ ഇപ്പൊ വഷളായിക്കൊണ്ടിരിക്കുന്നത്.